അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ മുഅ്മിനീങ്ങളെ, ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ മുന്നോട്ട് ചർച്ചയാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള വിഷയം നിങ്ങളെ നിസ്കാരത്തിൽ കൈകെട്ടത് വിഷയത്തിലായിട്ട് ഈ കാലഘട്ടത്തിൽ ചമ്മ ആൾമാർ നിസ്കരിച്ചുകൊണ്ടുള്ള വർഷങ്ങളായിട്ട് നിസ്കരിച്ചുകൊണ്ടുള്ള ആൾമാരുള്ള ആയങ്ക ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ചർച്ചയാക്കുകൊണ്ട ഒരു വിഷയമുണ്ട്. കൈകെട്ട ഒരു രൂപമുണ്ട്. കിതാബുలు ഫിഖ്ഹിലെ കിതാബുలు ഉള്ളടക്കിയ ഒരു രൂപ. ആ ഒരു രൂപത്തിൽ ചമ്മ ആൾമാരും കൈകെട്ടില്ല എന്നുള്ളതായിട്ട് വാസ്തവം. അപ്പൊ എന്തിനാക്കണം അങ്ങനെ നേരായങ്ങൾക്ക് ചന്ത കറക്റ്റ് ഉസ്താമായിട്ട് പഠിച്ചിട്ട് നിസ്കരിക്കണമോ ഇല്ലെന്ന് ചൊല്ലില്ല യാത്രയിലുള്ള ആൾമാരും ഈ കിതാബിൽ ചൊല്ല പോലെ രൂപത്തിൽ കൈകെട്ടത് നിങ്ങൾക്ക് കണ്ടോണ്ടില്ല എന്നുള്ളതായിട്ട് വാസ്തവം. ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ എങ്ങനെ കൈകെട്ടണോ, എങ്ങനെ നീയത്ത് വെക്കുമ്പോ എങ്ങനെ കൈകെട്ടണ എന്നുള്ള ഒരു ഇമ്പോർട്ടന്റ് വിഷയമായിട്ട് നിങ്ങളെ മുന്നല്ലോ ഞാൻ അവതരിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ മുഅ്മിനീങ്ങളെ, നിസ്കാരത്തിൽ 14 ഫർദുണ്ട് അല്ലെ? 14 ഫർദ്. ഒന്നാമത്തേത് നിയ്യത്തായിട്ട് കിട്ടും. നിയ്യത്ത്. രണ്ടാമത്തേത് തക്ബീറത്തുൽ ഇഹ്റാമായിട്ട് കിട്ടും. തക്ബീറത്തുൽ ഇഹ്റാം ചെന്നെങ്കിൽ ഞങ്ങൾ നിസ്കാരത്തിൽ സ്റ്റാർട്ടിൽ കൈകെട്ടും അല്ലാഹു അക്ബർ ചൊല്ലില്ലേ, അതായിട്ട് തക്ബീറത്തുൽ ഇഹ്റാം. അപ്പൊ ഒന്നാമത്തേത് നിയ്യത്ത്, രണ്ടാമത്തെ തക്ബീറത്തുൽ ഇഹ്റാം. ഇത് രണ്ടും ഒട്ടിയാകണം. ഞങ്ങൾ എണ്ണുമ്പോ ഒന്നാമത്തേത് നിയ്യത്ത്, രണ്ടാമത്തെ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് എണ്ണണം. അല്ല എണ്ണുമാനം എണ്ണലെങ്കിലും ഇത് രണ്ടും ഒട്ടിയാകണം. ഏതുപോലെ ഇരുന്നെങ്കിൽ ഞങ്ങൾ ചോറുക്ക് കറിയുണ്ട് അല്ലെ? അപ്പൊ ഫസ്റ്റ് ചോറ് ഉണ്ടിട്ട് പിന്നെ കറി കുടിക്കണമ അല്ല, അല്ലെങ്കിൽ ഫസ്റ്റ് കറി കുടിച്ചിട്ട് പിന്നെ ചോറ് വരമ അല്ല, പിന്നെ ചോറ് കറി വീട്ടിട്ട് മിക്സ് ആക്കിയിട്ട് ഒട്ടിക്കുന്ന നിർദ്ദേശിക്കുന്നു എന്നതുപോലെ തക്ബീറത്തുൽ ഇഹ്റാമും നിയ്യത്തും ഒട്ടിക ഒരേ ടൈമിൽ നടക്കണമെങ്കിൽ ഒരു വിഷയമായിട്ട്. അപ്പൊ അല്ലാഹു അക്ബർ ചൊല്ലിട്ട് നിങ്ങൾ വായിൽ ചൊല്ലുമ്പോൾ മനസ്സ് നിങ്ങൾ നിസ്കരിക്കണം. നിസ്കാരം ഏത് നിസ്കാരം ആർക്ക് വേണമായിട്ട് ചൊല്ലിട്ട് നിങ്ങൾ മനസ്സിൽ പറഞ്ഞു. ഞാൻ നിസ്കരിക്കലായിട്ട് പറഞ്ഞു, ഏത് നിസ്കാരമായിട്ട് പറഞ്ഞു, അല്ലാഹു തആല കേട്ടുള്ളതും നിങ്ങളുടെ നിയ്യത്തിൽ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ വന്നിട്ടുള്ള ഒരു വിഷയത്തിൽ നിയ്യത്ത് ഇത് രണ്ടും ഒട്ടിക്കാകുന്നുണ്ട്. അതെല്ലാം വിഷയം, അതെല്ലാം അല്ലാഹു ആക്കിയിട്ടുള്ള തക്ബീറത്തുൽ ഇഹ്റാം ടൈമിൽ നിയ്യത്ത് വെച്ചോണ്ടുള്ള തപ്പ് എന്ന് ചൊല്ലുന്നില്ല. പിന്നെ എന്തൊരു തപ്പ് ചൊല്ലുന്നില്ല ചൊന്നെങ്കിൽ കൈകെട്ട രൂപ എങ്ങനെ ചൊന്നത് ഞങ്ങളെല്ലാവരും മനസ്സിൽ നിയ്യത്ത് വെച്ചിട്ട് ഇങ്ങനെ അല്ലാഹു അക്ബർ ഇങ്ങനെ കെട്ടത്. എങ്ങനെ അല്ലാഹു അക്ബർ. ഈ കൈ കെട്ടത്തോളം ഈ തക്ബീറത്തുൽ ഇഹ്റാമിനെ ഞങ്ങൾ നീട്ട അത് തപ്പായിട്ട്. എങ്ങനെ അല്ലാഹു അക്ബർ ചൊല്ലുമ്പോഴത്തേക്ക് ഇങ്ങനെ കെട്ട് അത് തപ്പും. അങ്ങനല്ല ആക്കണായത്. പിന്നെ എങ്ങനെ കൈ കെട്ടണോ അത് കറക്റ്റ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാട്ടി തന്നെ കണ്ടതുപോലെ ആറ്റുള്ളതായിട്ട് ഹൈറാക്കട്ടെ. അല്ലാതെ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് പഠിക്കോ വരാനായിട്ട് ശ്രമിക്കണം. ഔത്ത് പെൻഡിങ് ആയിട്ടിന് 100 ചൊല്ലല്ല, 99% പെൻഡിങ് ആവും. കൈകെട്ട രൂപ ഇങ്ങനെ ആയിട്ടിക്കത്, തപ്പായ രൂപ ആയിട്ടിക്കത്. അതുകൊണ്ട് ശരിയാക്കണം. എങ്ങനെയായിട്ട് ഞാൻ വീഡിയോ കറക്റ്റ് നിങ്ങൾക്ക് കാട്ടിത്തന്നെ. അപ്പൊ കൈകെട്ടനായ രൂപ കറക്റ്റ് കാട്ടിത്തന്നെ ഇതേപോലെ നിങ്ങൾ കെട്ടണം. ഞങ്ങൾ നിസ്കാരത്തെ 14 ഫർദിൽ ഒന്നാമത്തെ ഫർദ് നൽകുന്നുണ്ട് നിയ്യത്ത്, രണ്ടാമത്തേത് തക്ബീറത്തുൽ ഇഹ്റാമായിട്ട് കിട്ടും. അപ്പൊ തക്ബീറത്തുൽ ഇഹ്റാമും നിയ്യത്തും ഇത് രണ്ടും ഒട്ടിയായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ശ്രദ്ധ. അപ്പൊ എങ്ങനെ ഒട്ടിയായിട്ട് പറഞ്ഞു നോക്കൂ. ഇപ്പൊ ഉദാഹരണം അസർ നിസ്കാരത്തെ നിയ്യത്ത് വെക്കുക എന്നിരിക്കാം. ഞാനിപ്പോ നിസ്കരിക്കുമ്പോൾ അസർ. അപ്പൊ അസർ എന്ന ഫർദ് നിസ്കാരം 4 റക്അത്ത് ഖിബ്ലക്ക് മുന്നിട്ട് അല്ലാഹു തആലക്ക് വേണ്ടി ഇമാമോട് കൂടി ഞാൻ നിസ്കരിക്കുന്നു. അല്ലെങ്കിൽ സിംഗിളായ ഇമാമോട് കൂടി ചൊല്ലാണ്ട നിസ്കരിക്കുന്നു. ചൊല്ല് കൈകെട്ടി അല്ലാഹു അക്ബർ ചൊല്ല് ഇങ്ങനെ തക്ബീറത്തുൽ ഇഹ്റാം എന്റെ വായിൽ പറയുമ്പോ മനസ്സിലായിട്ടിക്കണം ഈ നിയ്യത്ത് വരണായത്. അപ്പൊ സാധാരണ ആൾമാർ കൈകെട്ട രൂപ എങ്ങനെ ചെന്നത് ഈ തക്ബീറത്തുൽ ഇഹ്റാം ചൊന്നിട്ട് കൈകെട്ട രൂപ എങ്ങനെ ചെന്നത് മനസ്സിൽ നിയ്യത്തെടുക്കാൻ വേണ്ടാതെ കൈകെട്ട രൂപ എങ്ങനെ ചെന്നെങ്കിൽ അതാ അല്ലാഹു അക്ബർ ഇങ്ങനെ അല്ല കൈകെട്ടനായ രൂപ കറക്റ്റ് അർത്ഥാക്കുള്ളൂ. ഇങ്ങനെ അല്ല കൈകെട്ടനായത്. ഫിഖ്ഹിലെ കിതാബിൽ ഇമാം ഇങ്ങനെ ഞങ്ങൾക്ക് പഠിപ്പാട്ടിയ രൂപ എങ്ങനെ ചൊന്നെ കിതാബിലുള്ള ഉള്ള എങ്ങനെ ചൊന്നെങ്കിൽ ഇങ്ങനെ നിൽക്കണം. ഫസ്റ്റ് ഇങ്ങനെ നിന്നിട്ട് ചൊന്നിട്ട് ഇങ്ങനത്തെ ബുഡുമ്പമേ ഇങ്ങനത്തെ കൈ മൂവാകുമ്പമേ ഞാനൊന്ന് സൈഡ് തിരിഞ്ഞ നിന്നെ കാട്ട. ഇങ്ങനെ നല്ല കൈ ഇങ്ങനത്തെ മൂവാകുമ്പമേ ഇങ്ങനെ മൂവാകുമ്പേ ഇത് മൂവാകുമ്പമേ ആ തുടങ്ങുന്നതാണ്. അങ്ങനെ തുടങ്ങിയിട്ട് അല്ലാഹു അക്ബർ എവിടെ എത്തണം? ഞങ്ങൾ ഈ കുഞ്ചിര നേരെ കൈ ഇങ്ങനെ എത്തുമ്പോ അർത്ഥാക്കളൂ. കുഞ്ചിര നേരെ കൈ ഇങ്ങനെ എത്തുമ്പോ അല്ലാഹു അക്ബർ ആ തീരണം.
അത് ഇങ്ങനെ എടുത്തോണ്ട് ഈ കെട്ടെടുത്തോളം അത് വലിച്ചോണ്ട് പോകില്ല. അല്ലാഹു അക്ബർ എത്തുമ്പോ കൈ ഇങ്ങനെ കുഞ്ചിനെ നേരെ എത്തും. അതോടെ തീരും തക്ബീറത്തുൽ തുഹഫാനുള്ള കിതാബിൽ കാണാം എന്ത് ഇന്തിഹാഹുഹുമ അത് രണ്ടും തീരണം. ലാസ്റ്റ് ആവും ഏതല്ല ഒന്ന് റഫ്ഉൽ യദ് കൈകെട്ട് കൈ ഇങ്ങനെ ഉയർത്തുന്നതും തീരണം. അതിലൊട്ടിಗೆ പിന്നെ അല്ലാഹു അക്ബർ തക്ബീറത്തുൽ ഇഹ്റാമും തീരണം. അപ്പൊ അല്ലാഹു അക്ബർ ഉടലെത്തും തീന്തോടെ തക്ബീറത്തുൽ ഇഹ്റാം. പിന്നെ ഈ കെട്ടുന്നത് രണ്ടാമത്തെ പ്രക്രിയ ഒന്നേതല്ലേ അത് എവിടെ കൈ കെട്ടണോ ഇങ്ങനെ കെട്ടണം ഇങ്ങനെ കെട്ടണം. മദ്ഹബിലെ ഇമാമിങ്ങളുടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായാലും കൈ കെട്ടണായത് ഇത്ര മാത്രമേ അല്ലാഹു അക്ബർ ഇതായിട്ട് ോടെ തീന്ത് പിന്നെ ആയിട്ട് കൈ കൊണ്ടുപോയിട്ട് നിങ്ങൾ വെക്കണായത്. വെക്കണായ റൂപ്പ എങ്ങനെ ചെന്നെങ്കിൽ ഈ ഇടത്തെ കൈയിലെ മണി കണ്ടിട്ട് വലത്തെ കയ്യിൽ ഈ ജണ്ട് ഈ സൈഡത്തെ ജണ്ട് വിരലുകളെ കൊണ്ട് ഇങ്ങനെ ലോക്കാക്കണം. ബാക്കി 3 വിരൽ ഇങ്ങനെ വെക്കണം. ഇങ്ങനെ ആയിക്കൊണ്ട് വെക്കണായ പൊക്കുള്ള മേൽ വെക്കണം. പൊക്കുള്ള കീഴല്ല ഞങ്ങളുടെ ഷാഫി മദ്ഹബ് അനുസരിച്ച് പൊക്കുള്ള മേൽ കെട്ടണോ നെഞ്ഞികം കെട്ടോ തീറ. കൈ കെട്ട വിഷയത്തിൽ ഇങ്ങനെ കെട്ടണ ഇങ്ങനെ വെക്കണ അല്ല ഇങ്ങനെ വിടണ അതിൽ ചമ്മ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായാലും ഇങ്ങനെ കെട്ടണോണ്ടുള്ളത് അത് ഏത് ഇമാമിങ്ങനെ ചൊന്നിട്ടില്ല. അത് ബിദ്അത്ത് ആൾമാർ മാത്രം ബിദ്അത്ത് കിതാബുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഹദീസ് പഠിച്ചിട്ടില്ലാത്ത ഖുർആനുമായിട്ട് യാതൊരു സമ്പർക്കം ഇല്ലാത്ത ഒരു വിഭാഗം ഒരു തല സരിയില്ലാത്തൊരു വിഭാഗങ്ങളുണ്ട്. അങ്ങ് പഠിപ്പാട്ടത്തേക്ക് ഇങ്ങനെ കെട്ടിട്ടുണ്ട്. അതിലെ ഒരു സൂചന എന്തിനാ ചൊന്നെങ്കിൽ നമ്മുടെ തൊഴണ്ട വളരെ ഡേഞ്ചർ ഇട്ട് കാട്ടണക്കത്തെ ഒരു വിഷയം. ഏതായാലും വിശുദ്ധ മോമിങ്ങളെ കൈ കെട്ടുന്ന ചൊന്ന് തന്നെ അല്ലാഹു അക്ബർ ആ തുടങ്ങുമ്പോൾ കൈ മൂവാവണം. അക്ബറിന്റെ ഞങ്ങളെ ഹദവ മങ്കി വൈകി രണ്ട് കുഞ്ചിനെ നേർക്കെത്തണം. എത്തിട്ടാകുമ്പോ അവിടെ തീർ പിന്നെ ആയിട്ടിക്കൂടെ ഞങ്ങൾ കൈ വെക്കണായത്. ഈ തീര ഇടൽ ഞങ്ങളുടെ മനസ്സിൽ നീയത്ത് കറക്റ്റ് പറഞ്ഞു. അസ്ർ എന്ന ഫർദ് നിസ്കാരം 4 റക്അത്ത് ഖിബ്ലക്ക് മുന്നിൽ അങ്ങനെ അല്ലാഹു അക്ബർ എത്തുമ്പോ തീർന്നു. അപ്പൊ കൈകെട്ട മുമ്പ് നിങ്ങൾ കണ്ടാൽ നല്ലതുപോലെ നിങ്ങൾ എന്താക്കണം ഈ വിഷയത്തിലൊന്നും പഠിച്ചിട്ട് എല്ലാ വിഷയവും തന്നെ ചുമ്മാ വർഷയ്ക്ക് നിങ്ങൾ നിസ്കരിക്കാൻ തുടങ്ങിയെങ്കിലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ജാഗ്രത ആക്കാത്തതിന്റെ പേരിൽ നിസ്കാരം ഒന്നും ബാത്തിലാവാൻ വേണ്ടിയില്ല. പിന്നെ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര കാലം നിങ്ങൾ നിസ്കരിച്ചിട്ടും ഞങ്ങൾ അതൊന്നും ശരിയാക്കിയിട്ട് എടുക്കും ആവാട്ടില്ല ഒരു ലോക്കൽ ഒരു നിസ്കാരമായിട്ട് ഇത്താ ഞങ്ങൾ നീണ്ടു ചുറ്റും ഇങ്ങനെ ബേജാറാക്കി പോലത്തെ അവസ്ഥയായിട്ട് കിട്ടും. ഏതായാലും അല്ലാഹു തആല നിങ്ങൾക്ക് അഅ്മാലുകളിൽ പഠിക്കാനായ പോലെ പഠിച്ചിട്ട് നല്ല രൂപത്തിൽ നല്ല ഫസ്റ്റ് ക്വാളിറ്റി നിസ്കരിക്കുമ്പോൾ ബാക്കിയുള്ള അഅ്മാലുകൾ നിങ്ങൾക്ക് അല്ലാഹു തൗഫീഖ് തരട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.